അടുത്തതൊരു ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. Pressure difference delta P in a pipe of diameter d and length L due to viscous flow depends upon the velocity v, viscosity mu, and density rho. Using Buckingham's pipe theorem, obtain an expression for delta P എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡെൽറ്റ പിക്ക് ഒരു എക്സ്പ്രഷൻ ബാക്കിയുള്ള വേരിയബിൾസിന്റെ ടേംസിൽ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ പി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡെൽറ്റ പി ഇസ് എ ഫംഗ്ഷൻ ഓഫ് അതർ വേരിയബിൾസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതർ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഡയമീറ്റർ, ദെൻ ലെങ്ത്, ഇവിടെ തന്നിരിക്കുന്ന നൊട്ടേഷൻ വെലോസിറ്റി, വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഓരോന്നിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന്റെ അടുത്തായിട്ട് ചെയ്യുന്നത്. സോ ഡെൽറ്റ പി എന്ന് പറയുന്നത് പ്രഷറാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ബൈ ഏരിയ, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ നമുക്കറിയാം ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഡിവൈഡ് ബൈ ഏരിയ ആണ് ഏരിയ. സോ മാസിന്റെ ആക്സിലറേഷൻ വരുന്ന സമയത്ത് മാസിന്റെ എം ആണ്, ആക്സിലറേഷന്റെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ മീറ്ററിന്റെ എൽ വരും. പെർ സെക്കൻഡ് സ്ക്വയർ ആയതുകൊണ്ട് ടി റൈസ് ടു -2 എന്ന് എഴുതുന്നു. ഡിവൈഡ് ബൈ ഏരിയയുടെ ലെങ്ത് സ്ക്വയർ ആണ്. സോ നമുക്ക് ഡെൽറ്റ പിയുടെ ഡയമെൻഷൻസ് വരുന്നത് ഇതാണ്. അതായത് ഇവിടെ എം ഓൾറെഡി ഉണ്ട്, എൽ സ്ക്വയറും ഇവിടുത്തെ മുകളിലത്തെ ഒരു എല്ലും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. താഴെ മാത്രം എൽ എന്ന് വരും. സോ താഴെ വരുന്നതുകൊണ്ട് എൽ റൈസ് ടു -1, ടി റൈസ് ടു -2 എന്നുള്ളതാണ് ഡെൽറ്റ പി അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസിന്റെ ഇക്വേഷൻ വരുന്നത്, ഡയമെൻഷൻസ് വരുന്നത്. സോ എം എൽ റൈസ് ടു -1, ടി റൈസ് ടു -2 ആണ് പ്രഷറിന്റെ. ദെൻ ഡയമീറ്ററിൽ നമുക്ക് ഓൾറെഡി അറിയാം എൽ ആണ്, ലെങ്തിന്റെയും എൽ ആണ്, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ എൽ ടി റൈസ് ടു -1 ആണ് ഡയമെൻഷൻ വരുന്നത്. ഇനി അടുത്തായിട്ട് വിസ്കോസിറ്റി ഡയമെൻഷൻ വരുന്നത്, ഓൾറെഡി വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ പല രീതിയിൽ കണ്ടുപിടിക്കാം. നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ആണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ്സിന് അതുപോലെ തന്നെ പ്രഷറിനും ഒരേ ഡയമെൻഷൻസ് തന്നെയാണ് വരുന്നത്. ഫോഴ്സ് ബൈ ഏരിയ ആണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് പ്രഷറിന്റെയും വരുന്നത്. പ്രഷറിന്റെ അതേ ഡയമെൻഷൻസ് തന്നെയാണ് ടോ എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ്സിനും വരുന്നത്. സോ എം എൽ റൈസ് ടു -1, ടി റൈസ് ടു -2 ആണ് ടോയുടെ ഡയമെൻഷൻ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മ്യൂവിന്റെ ഡയമെൻഷൻ മ്യൂ എന്ന് മാത്രം വെറുതെ എഴുതുന്നു, ഡി യു ബൈ ഡി വൈ. ഡി യു ബൈ ഡി വൈ എന്ന് യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് നമുക്കറിയാം, വൈ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡയമെൻഷൻസ് കഴിഞ്ഞാൽ ഡി യു എന്ന് പറഞ്ഞ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ ടി റൈസ് ടു -1 ആണ്, വെലോസിറ്റി ആണ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഡി വൈയുടെ എഴുതി കഴിഞ്ഞാൽ വൈയുടെ എൽ ആണ്. സോ എല്ലും എല്ലും ക്യാൻസൽ ചെയ്തു, ടി റൈസ് ടു -1 ആണ്. ആ ടി റൈസ് ടു -1 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടി റൈസ് ടു -1 ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് എടുത്തിരുന്നു. ടി റൈസ് ടു -1 ഇവിടെ താഴത്തേക്ക് എഴുതി കഴിഞ്ഞാൽ മുകളിലേക്ക് വരുമ്പോൾ ടി റൈസ് ടു +1 ആവും. സോ എം എൽ റൈസ് ടു -1, ടി റൈസ് ടു -1 ആണ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് കിട്ടേണ്ട ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റിയുടെയാണ്. ഡെൻസിറ്റിയുടെ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്, മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് തന്നെ കിലോഗ്രാമിന്റെ മീറ്റർ എം വരും. ക്യൂബ് അതായത് ലെങ്ത് ക്യൂബ് ആയതുകൊണ്ട് എൽ റൈസ് ടു -3. ഇത്രയാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻസ് വരുന്നത്. സോ നമ്മൾ എല്ലാ വേരിയബിൾസിന്റെയും ഡയമെൻഷൻസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിന്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. സോ നമ്മൾ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു ഡെൽറ്റ പി ഇസ് എ ഫംഗ്ഷൻ ഓഫ്
അതർ വേരിയബിൾസ് എന്ന് നമ്മൾ എഴുതി. സോ ഡെൽറ്റ പി നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. എ ന്യൂ ഫംഗ്ഷൻ f1 say new function f1 of delta p into diameter. ഇനി എല്ലാ വേരിയബിൾസും ഞാൻ എടുത്ത് എഴുതാൻ പോകുന്നു. ഡയമീറ്റർ, ലെങ്ത്, വെലോസിറ്റി, വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി ഈക്വൽ ടു 0. പുതിയ ഫംഗ്ഷൻ ഫംഗ്ഷനിൽ എല്ലാ വേരിയബിൾസും ഉൾപ്പെടുത്തുന്നു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിനകത്ത് നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡെൽറ്റ പി ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് വേരിയബിൾസ് ഈക്വൽ ടു 6 ആണെന്ന് കിട്ടും. സോ n വിൽ ബി ഈക്വൽ ടു 6. ഇനി ഇതിനകത്ത് എത്ര ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 3 ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് ആണുള്ളത്. സോ m, l, t എന്ന് പറയുന്ന 3 ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് ആണുള്ളത്. സോ m ഈക്വൽ ടു ഫണ്ടമെന്റൽ ഡയമെൻഷൻസിന്റെ എണ്ണമാണ് m. സോ m ഈസ് ഈക്വൽ ടു 3. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ള നമ്പർ ഓഫ് പൈ ടൈംസ് ആണ്. നമ്പർ ഓഫ് പൈ ടൈംസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് ആണ്. സോ 6 മൈനസ് 3 ഈക്വൽ ടു 3 പൈ ടൈംസ് ആണ് വരുന്നത്. സോ 3 പൈ ടൈംസ് എന്ന് പറയുമ്പോൾ 3 പൈ ടൈംസിൽ പൈ 1, പൈ 2, പൈ 3 ടൈംസുകളാണ് വരുന്നത്. So a function of pi 1, pi 2, pi 3 equal to 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഓരോ പൈ ടേമുകളായിട്ട് നമ്മൾക്ക് എടുക്കാൻ പോകുന്നു. സേ പൈ 1 എന്ന് പറയുന്ന ടേം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ പൈ ടൈംസ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് +1 ആണ് പൈ ടൈമുകളിൽ ഉൾപ്പെടുന്ന വേരിയബിൾസിന്റെ എണ്ണം. സോ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 + 1 ആണ് പൈ ടൈമുകളിൽ ഉൾപ്പെടുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ 4 വേരിയബിൾസ് ആണ് ഓരോ പൈ ടൈമിലും വരും. സോ പൈ 1 ടൈമിൽ, പൈ 2 ടൈമിലും, പൈ 3 ടൈമിലും മൊത്തം 4 വേരിയബിൾസ് വരും. ആ 4 വേരിയബിൾസിൽ 3 വേരിയബിൾസ് നമുക്കറിയാം റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണ്. റിപ്പീറ്റിംഗ് വേരിയബിൾസിന് സെലക്ട് ചെയ്യാനുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ജിയോമെട്രിക് പ്രോപ്പർട്ടി ആയിരിക്കണം. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫ്ലോ പ്രോപ്പർട്ടി ആയിരിക്കണം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ റിപ്പീറ്റിംഗ് വേരിയബിൾസ് അതിനകത്ത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് വരാൻ പാടില്ല എന്നുള്ളതും ഇതിന്റെ ഒരു റൂളാണ്. മൂന്നാമത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എം, എൽ, ടി എന്ന് പറയുന്ന 3 ഡയമെൻഷൻസും ഓൾ ടുഗദർ ആ ഒരു 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് പൈ 1 ടേംസിൽ വരുന്ന റിപ്പീറ്റിംഗ് വേരിയബിൾസ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡയമീറ്റർ എന്ന് പറഞ്ഞ ജിയോമെട്രിക് പ്രോപ്പർട്ടിയാണ്. സോ ഡയമീറ്റർ ഞാൻ സെലക്ട് ചെയ്തിരുന്നു. ദെൻ ഫ്ലോ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ വെലോസിറ്റി എന്ന് പറഞ്ഞ ഫ്ലോ പ്രോപ്പർട്ടിയാണ്. സോ വെലോസിറ്റി അടുത്ത ഒരു റിപ്പീറ്റിംഗ് വേരിയബിൾ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്. സോ വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒരു റിപ്പീറ്റിംഗ് വേരിയബിൾ ആയിട്ട് സെലക്ട് ചെയ്തു. സോ പൈ 1 ടേംസിൽ വരുന്ന 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണ് ഡയമീറ്റർ, വെലോസിറ്റി ആൻഡ് വിസ്കോസിറ്റി. ഇനി അടുത്തത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ എടുക്കാം. അതായത് ഈ 3 വേരിയബിൾ അല്ലാതെ വരുന്ന ഒരു നാലാമത്തെ ഒരു വേരിയബിൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞ നാലാമത്തെ വേരിയബിൾ ഞാൻ ഈ പൈ 1 ടേംസിൽ ഉൾപ്പെടുത്തി. സോ പൈ 1 ഇസ് ഈക്വൽ ടു ഇനി ഇതിന്റെ എല്ലാം കോഎഫിഷ്യൻസ് ഇൻഡെക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി ഇൻറ്റു a1, സോ ഡി റേസ് ടു a1, v റേസ് ടു b1 ഓരോ ടേമുകൾ എടുത്താണ്, വിസ്കോസിറ്റി റേസ് ടു c1, ദെൻ ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറയുന്നതാണ് പൈ 1. ദെൻ പൈ 2 എന്ന് പറയുന്നത് ഈ 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് പിന്നീട് ഇത് ഡയമീറ്റർ, വെലോസിറ്റി ആൻഡ് വിസ്കോസിറ്റി. ഇനി ഇതല്ലാത്ത അടുത്തൊരു വേരിയബിൾ ലെങ്ത് എടുക്കുന്നു. സോ ഇനി ഇതിനകത്തില്ല ഡി റേസ് ടു a2, v റേസ് ടു b2, mu റേസ് ടു c2 ഇൻറ്റു l ആണ് പൈ 2 ടൈം. ദെൻ പൈ 3 ടൈം ഈക്വൽ ടു diameter, velocity
വിസ്കോസിറ്റി ഇൻറ്റു അടുത്ത വേരിയബിൾ നമുക്ക് ഇനി ഒരെണ്ണം കൂടി എടുക്കാനുള്ളൂ, ദെൻ ഡെൻസിറ്റി. സോ d raised to a3 b raised to b3 mu raised to c3. ഓക്കെ, ഇനി നമുക്കറിയാം ആദ്യത്തെ ടേം ഞാൻ എടുക്കുകയാണ്. ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ pi1 ടേം ആണ്. pi1 ടേം എടുത്തു കഴിഞ്ഞാൽ pi1 ടേം എടുക്കുകയാണ്. സോ pi1 ടേം നമുക്കറിയാം pi1ന് ഡയമെൻഷൻസ് ഒന്നുമില്ല. സോ അതിന്റെ ഡയമെൻഷൻസ് നമുക്ക് എങ്ങനെ എഴുതാം? m raised to 0, l raised to 0, t raised to 0 എന്ന് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇനി ഓരോന്നിന്റെ ഡയമെൻഷൻസ് എഴുതാം. ഓക്കെ, ഈക്വൽ ടു അടുത്ത ഡയമീറ്ററിന്റെ ആണ്. ഡയമീറ്ററിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ l raised to 1 ആണ്. സോ l raised to 1 ആയതുകൊണ്ട് തന്നെ l raised to 1 whole raised to a1 ആണ്. ഇത് ഇവിടെ നോക്കുക, ഡയമീറ്ററിന്റെ raised to a1 ആണ്. സോ ഡയമീറ്ററിന്റെ എന്താണെന്ന് നമുക്കറിയാം, l raised to 1 ആണ്. സോ l raised to 1 raised to a1 എന്ന് വരും. സോ l raised to 1 raised to a1. ദെൻ അടുത്ത പൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം l t raised to -1 ആണ്. ഹോൾ raised to നമുക്കറിയാം raised to b1 ആണ്. സോ b1. ദെൻ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് m l raised to -1 t raised to -1 ആണ്. ഹോൾ raised to c1 ഇൻറ്റു ഡെൽറ്റ പി. ഡെൽറ്റ പിയുടെ m l raised to ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഡെൽറ്റ പിയുടെ ഡയമെൻഷൻ വരുന്നത് m l raised to -1 t raised to -2 ആണ്. അതിന് പ്രത്യേകിച്ച് പവറുകളൊന്നുമില്ല. സോ അതുപോലെ തന്നെ എടുത്തെഴുതി. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും ഡയമെൻഷൻസിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അതിന്റെ പവേഴ്സ് m l tയുടെ പവേഴ്സ് രണ്ട് സൈഡിലെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം m-ന്റെ പവർ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ m raised to 0 ആണ്. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്. 0 ഈക്വൽ ടു, ഇവിടെ m ടേമുകൾ ഇവിടെ രണ്ടിടത്തും ഇല്ല, പക്ഷെ ഇവിടെ m ടേം വരുന്നുണ്ട്. സോ m ടേം raised to c1 ആണ്. സോ 0 is equal to c1 into c1 plus 1 എന്ന് വരും. plus 1, ഇവിടെ m raised to 1 ഉണ്ട്. സോ m raised to c1 m raised to 1 എന്ന് വരും. സോ c1 is equal to -1 എന്ന് വരും. c1 is equal to -1. ഇനി അടുത്തതായിട്ട് എല്ലിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. എല്ലിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? 0 is equal to a1 plus b1 minus c1 minus 1 എന്ന് കിട്ടും. അതിനകത്ത് ഓൾറെഡി നമുക്ക് a1 എത്രയാണെന്ന് അറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ടിയുടെ പവർ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് 0 is equal to minus b1 minus c1 എന്ന് കിട്ടും. c1 minus 2 എന്ന് കിട്ടും. സോ അത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് b1ന്റെ വാല്യൂ കിട്ടും. സോ a1ന്റെ വാല്യൂ നമുക്ക് കിട്ടും a1 is equal to 1 എന്ന് കിട്ടും. b1 is equal to -1 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ a1 b1 c1 എന്ന് പറയുന്ന വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അതൊന്നുകൂടി എടുത്തെഴുതാം. a1 is equal to 1, b1 is equal to -1, c1 is equal to -1 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ ആദ്യത്തെ പൈ ടൈം ഒന്നുകൂടി എടുത്തെഴുതി കഴിഞ്ഞാൽ, ആദ്യത്തെ പൈ ടൈം എടുത്തെഴുതാം. pi1 is equal to d raised to a1, velocity raised to b1, viscosity raised to c1 into delta p എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പൈ ടൈം. അത് a1 b1 c1ന്റെ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ pi1 is equal to d raised to a1ന് പകരം a1ന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 1 ആണ്. വെലോസിറ്റി p raised to v1 എന്നാണ്. സോ v raised to v1ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത്
minus 1. Then viscosity raised to C1 ആണ്. C1 ന്റെ വാല്യൂ കിട്ടിയത് also minus 1 into delta P എന്ന് വരും. സോ ഇത് നമുക്ക് pi 1 ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ d into delta P എല്ലാം പോസിറ്റീവ് 1 ആണ്. ഇതെല്ലാം മുകളിലേക്ക് എടുത്ത് എഴുതി v raised to minus 1 mu raised to minus 1 അത് താഴത്തേക്ക് എടുത്ത് എഴുതാം. v raised to minus 1 ന് 1 by v എന്ന് എഴുതാം. mu raised to minus 1 ന് 1 by mu എന്ന് എഴുതാം. സോ v into mu എന്ന് വരും. സോ pi 1 ടേം equal to diameter into delta p divided by v into mu എന്നുള്ളതാണ് ആദ്യത്തെ pi ടേം. സിമിലർലി നമുക്ക് സെക്കൻഡ് pi ടേം എടുത്ത് എഴുതണം. സെക്കൻഡ് pi ടേം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ സെക്കൻഡ് pi ടേം ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാം. pi 2 is equal to d raised to a2 p raised to b2 mu raised to c2 into length ആണ്. ഇനി ഇതിൻ്റെ എല്ലാ ഡയമെൻഷൻസ് എഴുതാം. pi ടേമിൻ്റെ നമുക്കറിയാം ml raised to 0 t raised to 0 ആണ് വരുന്നത്. ഡയമീറ്ററിൻ്റെ ഓരോന്നിൻ്റെ അടുത്ത് എഴുതാം. l raised to a2 വെലോസിറ്റിയുടെ l t raised to minus 1 raised to b2 വിസ്കോസിറ്റിയുടെ m l raised to minus 1 t raised to minus 1 raised to c2 and length. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്താൽ l raised to a2 l t raised to minus 1 into b2 ആണ് വരുന്നത്. സോ l raised to b2 t raised to minus b2 അകത്തേക്ക് വരുന്ന സമയത്ത് into m raised to c2 l raised to minus c2 t raised to minus c2 into l എന്ന് വരും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ m raised to 0 l raised to 0 t raised to 0. ഇനി m ൻ്റെയും l ൻ്റെയും t യുടെയും ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരത്തെ a1 b1 c1 കിട്ടിയതുപോലെ a2 b2 c2 വാല്യൂസ് നമുക്ക് കിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. c2 is equal to 0 a2 equal to minus 1 and b2 is equal to 0. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് വരുന്നത്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തിരിച്ച് pi 1 ടേംസിൽ pi 2 ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. pi 2 ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് pi 2 ടേം നമുക്ക് ഒന്നുകൂടി എടുത്തെഴുതാം. pi 2 is equal to d raised to a2 p raised to b2 c viscosity mu raised to c2 into l ആണ് വരുന്നത്. അതായത് a2 b2 c2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ pi 2 is equal to d raised to a2 ആണ്. a2 is equal to minus 1 v raised to b2 v raised to 0 വരും. then mu raised to c2 again 0 into l എന്ന് വരും. സോ pi 2 is equal to d raised to minus 1 നെ 1 by d എന്ന് എഴുതുന്നു. into l കൂടി വരുന്നുണ്ട്. സോ l by 1 by d. സോ l by d എന്ന് വരും pi 2 ടേം വരുന്നത്. then similarly നമുക്ക് pi 3 ടേം കണ്ടുപിടിക്കാം. pi 3 ടേം എടുത്തു കഴിഞ്ഞാൽ pi 3 ടേം ഒന്നുകൂടി എടുത്തെഴുതാം. pi 3 ടേം equal to d raised to a3 v raised to b3 viscosity mu raised to c3 into density വരുന്നു. then ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻസ് എഴുതുന്നു. pi 3 ടേംസിൻ്റെ ഡയമെൻഷൻ m raised to 0 l raised to 0 t raised to 0 equal to l raised to a2 l t raised to minus 1 into b2 viscosity m l raised to minus 1 t raised to minus 1 whole raised to c2 into density m l raised to minus 3. ഇനി ഇത് നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. m ന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. then
എല്ലിൻ്റെ പവേഴ്സ് ഈക്വൽ ടു ടിയുടെ പവേഴ്സ്. അപ്പോൾ നമുക്ക് A2 B2 C2ൻ്റെ വാല്യൂ കിട്ടും. A2 B2 C2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A3 വാല്യൂ കിട്ടുന്നത് A3 is equal to +1 ആണ്. A3 is equal to +1. B2 equal to +1 again, +1 തന്നെ കിട്ടും. C2 is equal to -1. ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ കിട്ടുന്നത്. സോ നമുക്ക് π3 ടൈം എടുത്ത് എഴുതി കഴിഞ്ഞാൽ d⁻⁴, സോ d അങ്ങനെ തന്നെ എഴുതി, d⁻⁴ b അതുപോലെ തന്നെ എഴുതി ഇൻറ്റു റോ ഡിവൈഡ് ബൈ മ്യൂ എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ എഴുതിയ കാര്യം ഒന്നുകൂടി എഴുതുകയാണ്. അതായത് എ ഫംഗ്ഷൻ ഓഫ് π1 π2 π3 ഈക്വൽ ടു 0 എന്നാണ് എഴുതുക. എ ഫംഗ്ഷൻ which contains π1, π2, π3 equal to 0 ആണ്. സോ f1 ഫംഗ്ഷൻ containing π1ൻ്റെ വാല്യൂ എടുത്ത് എഴുതുന്നു, d ഇൻറ്റു ഡെൽറ്റ പി ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു വി ആണ്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ് π1, π2ൻ്റെ വാല്യൂ എഴുതുന്നു, π2ൻ്റെ വാല്യൂ എൽ ബൈ ഡി ആണ്, π3യുടെ വാല്യൂ എന്ന് പറയുന്നത് റോ വി ഡി ബൈ ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ടേം മാത്രം, അതായത് ഇവിടെ ഡെൽറ്റ പി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടേം മാത്രം ഞാൻ മാറ്റി എഴുതുകയാണ്. ഡയമീറ്റർ ഇൻറ്റു ഡെൽറ്റ പി ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു വെലോസിറ്റി is equal to a function say phi of L by D into rho V into അല്ല rho V D by mu എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഡെൽറ്റ പിക്ക് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി ഞാൻ ഈ രണ്ട് ടേംസുകളും ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതുകയാണ്. So delta P is equal to mu by V by D into a function of L by D into rho V D by mu എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റ പി is equal to mu V by D into a function of L by D into ഇത് എന്ന് പറയുന്നത് നമുക്കറിയാം rho V D by mu എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ ആണ്, into റെയ്നോൾഡ്സ്. നമുക്കിത് വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വേണമെങ്കിൽ അല്ലെങ്കിൽ എൽ ബൈ ഡി വേണമെങ്കിൽ ഈ ഫംഗ്ഷൻ പുതിയൊരു ഫംഗ്ഷൻ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സോ മ്യൂ വി ഡി ബൈ ഇൻറ്റു എൽ ബൈ ഡി ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ എന്നും നമുക്കിത് എഴുതാം.